കറണ്ട് അഫയേഴ്സ് മാർച്ച് 28. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഫ്രണ്ട് പേജിലെ ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യക്കാർക്ക് ഓരോരുത്തർക്ക് അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തിനെ കുറിച്ചാണ്. ആന്റി സാറ്റലൈറ്റ് മിസൈൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ASAT, ആന്റി സാറ്റലൈറ്റ് മിസൈൽ. അപ്പോൾ ASAT എന്ന് പറയുമ്പോൾ ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ് എന്നുള്ളതാണ്. അതായത് ഭ്രമണപഥത്തിലുള്ള ഓർബിറ്റിലുള്ള ഒരു ലൈവ് സാറ്റലൈറ്റിന് ഭൂമിയിൽ നിന്നുകൊണ്ട് മിസൈൽ ഉപയോഗിച്ച് തകർക്കുന്നതിനെയാണ് ASAT അല്ലെങ്കിൽ ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റ്. ഇതിനുള്ള കേപ്പബിലിറ്റി ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പേ കൈവരിച്ചിരുന്നു. 2012 മറ്റോ അത് കൈവരിച്ചിരുന്നു എന്നാണ് ഇന്ത്യയുടെ DRDOയുടെ ഫോമർ ഡയറക്ടർ ആയിരുന്ന VK സരസ്വത്. VK സരസ്വത് എന്ന് പറഞ്ഞ DRDOയുടെ ഫോമർ ചെയർമാൻ ആണെന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പം നിതി ആയോഗിലെ ഒരു മെമ്പറുമാണ്. പെർമനന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന നിതി ആയോഗിൽ 3 പേരുണ്ട്. ആ നിതി ആയോഗ് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ്, ആ നിതി ആയോഗിന്റെ പെർമനന്റ് മെമ്പേഴ്സിൽ ഒരാളുമാണ് VK സരസ്വത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2012 കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇതിനുള്ള കേപ്പബിലിറ്റി അച്ചീവ് ചെയ്തിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു ഗോ അഹെഡ് സിഗ്നൽ കിട്ടാത്തത് കൊണ്ട് അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പം ഈ മോഡി ഗവൺമെന്റ് അത് കൊടുത്തു, അതുകൊണ്ടാണ് അത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത് എന്നുള്ള രീതിയിലാണ് അഭിപ്രായ പ്രകടനം ആ സയന്റിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ കപ്പാസിറ്റി ഉള്ള ലോകത്തിലുള്ള 3 രാജ്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് US, പിന്നെ റഷ്യ, ചൈന. ഈ 3 രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇന്ത്യ 4ാമത്തെ രാജ്യമായിട്ട് മാറി. അത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. അതിന്റെ എല്ലാ ക്രെഡിറ്റും സയന്റിസ്റ്റുകൾക്കാണ് കൊടുക്കേണ്ടത്. കാരണം നമ്മൾ വെറും 4 രാജ്യങ്ങൾ മാത്രമുള്ള ഒരു എലീറ്റ് ക്ലബിന്റെ ഭാഗമായി മാറുകയാണ്. പിന്നെ ഇത് ആക്ച്വലി ഇന്ത്യ ഇതിന് വേറൊരു സംഭവം കൂടെ സക്സസ്ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞത്. ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. BMD, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്. ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ശത്രു രാജ്യങ്ങൾ നമ്മൾക്ക് നേരെ ടാർഗറ്റ് ചെയ്ത് വിടുന്ന മിസൈൽസിന് അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ നമ്മളൊരു ഇന്റർസെപ്റ്റർ മിസൈൽ ഉപയോഗിച്ച് തകർക്കും. ഒരു ഇന്റർസെപ്റ്റർ മിസൈൽ പറന്നു പോങ്ങി ഈ ശത്രു രാജ്യത്തിന്റെ മിസൈലിനെ ബ്രേക്ക് ചെയ്യും. അതിനെയാണ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ്. ആ കപ്പാസിറ്റി നമ്മൾ അച്ചീവ് ചെയ്തിട്ട് കുറച്ചു കാലമായി. അത് ഫുള്ളി അത് ഓപ്പറേഷനിലായിട്ടില്ല. അതിന്റെ പരീക്ഷണങ്ങളെല്ലാം ഇതുവരെയുള്ള സക്സസ്ഫുൾ ആയിരുന്നു. അപ്പൊ അത് അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ ഇത് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിൽ നിന്നാണ് പതുക്കെ ഇതിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുമ്പേ നമ്മളിത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞ ഒരു സംഭവമാണ്. പക്ഷെ ഇന്നലെയാണ് അതിന്റെ ടെസ്റ്റ് ഫെയറിംഗ് ആദ്യമായിട്ട് നടക്കുന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ അപ്പൊ അതിനെക്കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് ഷോർട്ട് ഫോം ആണ് BMD. അതും US-നും റഷ്യയ്ക്കും ഉണ്ട്. ഇന്ത്യയും ആ ഒരു ക്ലബിലേക്ക് പോവുകയാണ്. പിന്നെ OSA എന്ന് പറയുന്ന ആക്ട് ഉണ്ട്. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് 1923. OSA എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് 1923. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ, മെയിൻലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽ സീക്രട്സുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ആക്ടാണ് ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് 1923. പിന്നെ ഇലക്ട്രൽ ബോൺസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ഇലക്ട്രൽ ബോൺസ് എന്ന് പറഞ്ഞാല് പൊളിറ്റിക്കൽ പാർട്ടീസിന് നമുക്ക് ഡൊണേഷൻ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുന്ന ഡൊണേഷൻ നമുക്ക് ഇലക്ട്രൽ ബോൺസ് ആയിട്ട് ഇനി ഇപ്പൊ കൊടുക്കുന്നതിനുള്ള സൗകര്യം ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ട്രാൻസ്പെറൻസി അതുവഴി നഷ്ടപ്പെടുന്നതാണ്. ഇലക്ഷൻ കമ്മീഷൻ അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ബോണ്ടാണ്. നമുക്ക് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഡൊണേഷൻ കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബോണ്ട് വഴി നമുക്ക് കൊടുക്കാം. പക്ഷേ ഈ ബോണ്ട് നമുക്ക് SBI വഴി മാത്രമേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇസ് ദ ഓൺലി authorized bank in India to provide these electoral bonds. അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകഴിഞ്ഞ് നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ മനു ബാക്കർ ആൻഡ് സൗരവ് ചൗധരി, ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തരായ 2 ഷൂട്ടിംഗ് താരങ്ങളാണ് മനു ബാക്കർ, BHAKER, മനു ബാക്കർ ആൻഡ് സൗരവ് ചൗധരി. ഇവര് 12th ഏഷ്യൻ എയർ ഗൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പില് 12th ഏഷ്യൻ എയർ ഗൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പില് ചൈനീസ് തായ്പേയിൽ വെച്ചാണ് നടന്നത്. ചൈനീസ് തായ്പേ എന്ന് പറഞ്ഞാൽ തൈവാനാണ് ചൈനീസ് തായ്പേ എന്ന് പറഞ്ഞത്. അവിടെ നടന്ന 12th ഏഷ്യൻ എയർ ഗൺ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പില് മിക്സ്ഡ് എയർ പിസ്റ്റൾ ഗോൾഡ് കിട്ടിയത് ഇവർക്കാണ്. മിക്സ്ഡ് എയർ പിസ്റ്റൾ ഗോൾഡ്. ഇവർ 2 പേരും കൂടെ ചേർന്ന ടീം മനു ബാക്കർ ആൻഡ് സൗരവ് ചൗധരി അറിഞ്ഞിരിക്കുക. അത് കഴിഞ്ഞ് എഗെയിൻ നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സന്തോഷം ഉണ്ടാക്കുന്ന വേറൊരു ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്. മലേഷ്യയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ ഹോക്കി ടൂർണമെന്റ്. ലോകത്തുള്ള പല രാജ്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സുൽത്താൻ അസ്ലൻ ഷാ കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ കയറി കഴിഞ്ഞു. സുൽത്താൻ അസ്ലൻ ഷാ കപ്പിന്റെ ഫൈനലിൽ ഇന്ത്യ മീറ്റ് ചെയ്യാൻ പോകുന്നത് സൗത്ത് കൊറിയയാണ്. ഏഷ്യയിലെ മറ്റൊരു വലിയ ഹോക്കി ടീമായ സൗത്ത് കൊറിയയാണ് ഇന്ത്യയായിട്ട് ഫൈനലിൽ വന്നിരിക്കുന്നത്.
അതുപോലെ ഓസ്ട്രേലിയക്കാരനായ ഗ്രഹാം റൈഡ് ആയിരിക്കും ഇന്ത്യയുടെ ഇനി മുതലുള്ള ഹോക്കി ടീം കോച്ച്. 2022 അടുത്ത വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെന്റ് നടക്കാൻ പോകണം. അപ്പൊ 2022 വേൾഡ് കപ്പ് ഹോക്കി ടൂർണമെന്റ് വരെ ഇന്ത്യയുടെ കോച്ച് എന്ന് പറയുന്നത് ഗ്രഹാം റൈഡ് ആയിരിക്കും. ഗ്രഹാം റൈഡ് അത് ഒഫീഷ്യലി അപ്പോയിന്റഡ് ആയിട്ടില്ല, ബട്ട് ഹി വിൽ ബി ദ കോച്ച് ബിക്കോസ് ഒഫീഷ്യലി അപ്പോയിന്റ് ആയില്ലെന്ന് മാത്രമേ, ജസ്റ്റ് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് മാത്രമാണ് നിലനിൽക്കുന്നത്. ബാക്കി ഇതിന്റെ അതോറിറ്റീസ് കൺസേൺ ഇതിനെ കുറിച്ച് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. അതുപോലെ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ, വിമൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ സവിതയാണ്. ഇന്ത്യയുടെ വിമൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ സവിത. അത് കഴിഞ്ഞ അടുത്ത പേജിൽ IPL ആണ്, അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ബിസിനസ് പേജിൽ GMR എന്ന് പറഞ്ഞൊരു കമ്പനിയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. GMR എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഒരു പഴയ ആന്ധ്ര അല്ലെങ്കിൽ ഇപ്പൊ തെലുങ്കാന ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് GMR. GMR എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഡെവലപ്മെന്റ് കമ്പനിയാണ് GMR. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ പ്രൊഡക്ഷൻ കമ്പനിയായ NTPC കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പവർ പ്രൊഡക്ഷൻ കമ്പനിയാണ് NTPC. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഒരു നിയമത്തിന്റെ പേര് പറയാം, ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം. അത് പക്ഷേ നിയമമായിട്ട് ഇതൊരിക്കലും പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കാൻ പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിയമം പാസ്സാക്കേണ്ടി വന്നാൽ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന വഴി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ഓർഡിനൻസ് ആണ്. പ്രസിഡന്റിനാണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉള്ളത്. സ്റ്റേറ്റുകളിൽ ഗവർണറിനും. പ്രസിഡന്റിന്റെ ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ് ആർട്ടിക്കിൾ 123 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ആർട്ടിക്കിൾ 123 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ്. ഹി ക്യാൻ പ്രൊമൾഗേറ്റ് ഓർഡിനൻസ് ആൻഡ് ദ വാലിഡിറ്റി ഓഫ് സച്ച് ഓർഡിനൻസ് വിൽ ബി ഫോർ 6 months. 6 മാസം മാത്രമേ വാലിഡിറ്റി കാണുള്ളൂ. എന്തായാലും ഇപ്പോൾ ഓർഡിനൻസ് ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ഓർഡിനൻസ്. ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ഓർഡിനൻസ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് വാസ് പ്രൊമൾഗേറ്റഡ് ബൈ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി അവസാനം, ഏകദേശം മാർച്ചിന്റെ ബിഗിനിങ്ങിലാണ് ഇത് പ്രൊമൾഗേറ്റ് ചെയ്തത്. ടു സേവ് ഇൻവെസ്റ്റേഴ്സ് ഫ്രം ലൂസിംഗ് മണി ടു പൊൻസി, PONSI, പൊൻസി ആൻഡ് ഫേക്ക് ഡെപ്പോസിറ്റ് സ്കീംസ്. ആക്ച്വലി ശാരദ ചിറ്റ് ഫണ്ട് സ്കാം എന്ന് പറഞ്ഞൊക്കെ ഇപ്പൊ വെസ്റ്റ് ബംഗാളിലൊക്കെ വലിയൊരു സ്കാം നടന്നു. സാധാരണക്കാരായ ആൾക്കാരുടെ തൗസൻഡ്സ് ഓഫ് ക്രോഡ്സ് നഷ്ടപ്പെട്ടു. അപ്പം ഈ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഹാർഡ് ഏൺഡ് മണി കൊണ്ട് ഇത്തരത്തിലുള്ള ഈ പൊൻസി സ്കീമുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് പലപ്പോഴും ഈ ഫേക്ക് ആയിട്ടുള്ള ഈ കമ്പനീസ് അവരെ പറ്റിക്കുന്നു. അപ്പൊ അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനോടാണ് ഈ ഒരു സംഭവം കൊണ്ടുവന്നേക്കുന്നത്. ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ഓർഡിനൻസ്. ഇറ്റ് വാസ് പ്രൊമൾഗേറ്റഡ് ബൈ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിനെ അത് പ്രൊമൾഗേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഓൾ ഓവർ ഇന്ത്യ അങ്ങനെ ഒരു നിയമം വരുത്തണമെങ്കിൽ പ്രസിഡന്റിന് മാത്രമേ ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. ടു സേവ് ഇൻവെസ്റ്റേഴ്സ് ഫ്രം ലൂസിംഗ് മണി ടു പൊൻസി ആൻഡ് ഫേക്ക് ഡെപ്പോസിറ്റ് സ്കീം, PONSI. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നമുക്ക് ഷെയർസ് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമെറ്റീരിയലൈസ്ഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഷെയർ മാർക്കറ്റിൽ ഷെയർ ട്രേഡിംഗ് യൂസ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഗെയിൽ എന്ന് പറയുന്നത് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഗെയിൽ. അത് ഒരു മഹാരത്ന കമ്പനിയാണ് ഗെയിൽ. ഇന്ത്യയിലെ മഹാരത്ന കമ്പനികൾ 8 എണ്ണമാണ് ഉള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മാക്സിമം പ്രോഫിറ്റും ടേൺ ഓവർ ഉള്ള കമ്പനീസിനാണ് മഹാരത്ന കമ്പനീസ് എന്ന് പറയുന്നത്. അത് 8 എണ്ണം ഉണ്ട്. അതിലൊരെണ്ണമാണ് ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതായത് നമ്മൾ വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജില് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ തെരേസ മേയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അവർ മിക്കവാറും പ്രൈം മിനിസ്റ്റർ പൊസിഷൻ അവർ റിസൈൻ ചെയ്യും. കാര്യം അടുത്ത റൗണ്ട് ബ്രെക്സിറ്റ് നാളെ നടക്കേണ്ടതാണ്. പഴയ ഡീൽ അനുസരിച്ചാണെങ്കിൽ ബ്രെക്സിറ്റ് should happen by March 29 എന്നാണ്. അപ്പൊ നാളെയാണ് March 29, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. മെയിലോ ജൂണിലോ ആയിരിക്കും അത് നടന്നാലും നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് റൗണ്ട് ഓഫ് നെഗോഷിയേഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ റെഡിയല്ല. അതുകൊണ്ട് ഐ വിൽ റിസൈൻ എന്നവർ പറഞ്ഞിരിക്കുന്നു. എന്തായാലും അതൊന്നും എഴുതിയെടുക്കണ്ട, അത് റിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാൽ. പിന്നെ തായ്ലൻഡിന്റെ പ്രൈം മിനിസ്റ്ററായ പ്രയുത് ചാൻ ഓച്ചയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് അവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടീസ് എല്ലാം കൂടെ ഒന്നിക്കുന്ന ഒരു ന്യൂസ് ഉണ്ട്. അപ്പൊ എന്തായാലും തായ്ലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ പ്രയുത് PRAYUT പ്രയുത് ചാൻ CHAN ചാൻ ഒരു ഹൈഫൻ O ഒരു ഹൈഫനിട്ട് O അത് കഴിഞ്ഞൊരു ഹൈഫനിട്ട് ചാ CHA. പിന്നെ ബോയിങ്ങിന്റെ മറ്റേ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ബോയിങ് 737 മാക്സ് ഇപ്പം മിക്കവാറും രാജ്യങ്ങളിലെല്ലാം ഗ്രൗണ്ട് ചെയ്ത ഫ്ലൈറ്റ് ബോയിങ് 737 മാക്സ്.
അതുപോലെ പ്രമോദ് സാവന്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. പ്രമോദ് സാവന്ത് SAWANT. പ്രമോദ് സാവന്ത് ഈസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഗോവ ആൻഡ് മൃദുല സിൻഹ ഗവർണർ, അവരുടെ ഫോട്ടോ ഉണ്ട്. പിന്നീട് നമ്മളുടെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചും ഇന്ത്യയിൽ ഇലക്ഷൻ സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ADR, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. ADR, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്. NGO മെയിൻലി അവർ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇലക്ഷൻ, അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ അതിന് നമ്മൾ അടുത്ത പേജിൽ ബോംബെ എഡിറ്റോറിയൽ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സാനിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിനെ കുറിച്ചാണ്. സ്ലോ ഓൺ സാനിറ്റേഷൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞ സ്കീം ഒരുവിധമൊക്കെ സക്സസ്ഫുൾ എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാമെങ്കിലും ഇതുവരെയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു മേഖല എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പൊ മാനുവൽ സ്കാവഞ്ചിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ഗവൺമെന്റ് പലപ്പോഴും ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിലും പലപ്പോഴും ഇപ്പൊ നടന്നൊരു സംഭവം, ഒരു ട്രാജിക് ഡെത്ത് ഓഫ് 6 people who entered a septic tank in Tamil Nadu, Sriperumbudur town is a grim reminder that sanitation remains a low priority area despite the high political profile Swachh Bharat എന്നാണ് ഈ ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള സ്വച്ഛ് ഭാരത് ഒരു സ്കീം ഉണ്ടെങ്കിൽ പോലും സാനിറ്റേഷൻ ഇത്തരം മേഖലകളിൽ, അതായത് ഇപ്പോ സെപ്റ്റിക് ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി മാനുവൽ ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി പല ഡെവലപ്ഡ് കൺട്രീസിലും ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത്തരം ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് പോലും ഇവിടെ ലോ കോസ്റ്റിൽ മാൻ പവർ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഇന്ത്യയിൽ അത് നടക്കുന്നില്ല, ടെക്നോളജി ഡെവലപ്മെന്റ്. അപ്പം ആ ഏരിയയിൽ വേണ്ട പ്രാധാന്യം ഗവൺമെന്റ് ഇപ്പൊ സ്വച്ഛ് ഭാരത് അഭിയാന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഇനിഷ്യേറ്റീവ് ആയിട്ടോ നടത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രാജിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ഇനിയും ഹാപ്പൻ ചെയ്യുമെന്ന്. ഇപ്പം തമിഴ്നാട്ടിൽ 6 പേരാണ് ഒരുമിച്ച് മരിച്ചത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്, അതിൽ നിന്നുള്ള വിഷവാതകം ശ്വസിച്ച്. അപ്പൊ ആ ഇഷ്യൂവിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ കംപ്ലീറ്റ്ലി. സെക്കൻഡ് എഡിറ്റോറിയൽ സേവിംഗ് ജെറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. സേവിംഗ് ജെറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലിന്റെ ഹെഡിംഗ് വായിക്കുമ്പോൾ എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലാവും. ജെറ്റ് എയർവേസ്, ഇന്ത്യയിലെ ഒരു കാലത്തെ ഏറ്റവും വലിയ എയർലൈൻ ആയിരുന്ന ജെറ്റ് എയർവേസ്, അത് 6000-ഓളം കോടി രൂപ ബാങ്കുകൾക്ക് കടമായി. ജെറ്റ് എയർവേസ് ആകെ പ്രോബ്ലത്തിലായി. അപ്പൊ ജെറ്റ് എയർവേസിന്റെ ഫൗണ്ടറും ചെയർമാനുമായിരുന്ന നരേഷ് ഗോയലും അദ്ദേഹത്തിന്റെ വൈഫ് അനിത ഗോയലും ജെറ്റ് എയർവേസിന്റെ ബോർഡിൽ നിന്ന് റിസൈൻ ചെയ്തു. ചെയർമാൻ സ്ഥാനം അദ്ദേഹം റിസൈൻ ചെയ്തു. അതിനുശേഷം പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വിജയ് മല്യയുടെ കിങ്ഫിഷറിന് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ബാങ്കുകളും ഗവൺമെന്റും ഒക്കെ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് സേവിംഗ് ജെറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് എഡിറ്റോറിയൽ. അപ്പൊ ഇതിന് താല്പര്യമുള്ള ഒരു എഡിറ്റോറിയൽ ആപ്റ്റിറ്റ്യൂഡിലെ സ്റ്റുഡൻസ് സമ്മറി എഴുതണം. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ വീണ്ടും നമ്മളുടെ അസാറ്റിനെ കുറിച്ചാണ്. ആന്റി സാറ്റലൈറ്റ്, പിന്നീട് നമ്മൾ ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ, ആന്റി സാറ്റലൈറ്റ് മിസൈൽ ടെസ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് ന്യൂസുകളാണ്. അപ്പൊ അതൊന്നും ഇനിയിപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇത്രയാണ് ഇന്നത്തെ ഹിന്ദുവിലെ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഹിന്ദു ന്യൂസ് പേപ്പർ പെൻഡിംഗ് ഉണ്ട്. ആ ന്യൂസ് പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രദീപ് സിംഗ് ഖരോള, KHAROLA, പ്രദീപ് സിംഗ് ഖരോള, ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി. എല്ലാവർക്കും മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഓർമ്മ കാണും. പ്രദീപ് സിംഗ് ഖരോള ഇസ് ദ സിവിൽ ഏവിയേഷൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആരാണെന്നും എല്ലാവർക്കും അറിയായിരിക്കും. BS ബുള്ളാർ ആണ്. DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. BS ബുള്ളാർ, BHULLAR, DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. NSA, നാഷണൽ സെക്യൂരിറ്റി ആക്ട് ആണ്. NSA എന്ന് പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി ആക്ട്. നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്ന ഒരു NSA ഉണ്ട്. അപ്പം അത് ഒരു നിയമമാണ് നാഷണൽ സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. പിന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറുടെയും NSA എന്ന് പറയും, അതെല്ലാവർക്കും അറിയാം. അജിത് ഡോവൽ. പിന്നെ ഈ ഇടയ്ക്ക് ഓൾ വുമൻ സ്പേസ് വാക്ക് പ്ലാൻ ചെയ്ത സ്പേസ് ഏജൻസിയാണ് നാസ. ഇത് ഞാൻ PSCയുടെ വീഡിയോയിലും ബാങ്കിന്റെ ഇപ്പൊ ഈ കോമൺ ആയിട്ട് ഇടുന്ന വീഡിയോയിലും എല്ലാത്തിലും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഓൾ വുമൻ സ്പേസ് വാക്ക് പ്ലാൻ ചെയ്ത നാസ, പക്ഷെ നടക്കുന്നില്ല. അപ്പൊ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഒരു ഓൾ വുമൻ സ്പേസ് വാക്ക് നാസ സംഘടിപ്പിച്ചത് നടക്കാതെ പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അതിന്റെ ഒരു ആസ്ട്രോണറ്റിന് പിന്നീട് അവര് പ്ലാൻ ചെയ്തിരുന്ന സ്പേസ് സ്യൂട്ട് ഇട്ടുകൊണ്ട് പോലുള്ള സ്പേസ് സ്യൂട്ട് ആകുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരു മെയിൽ കൗണ്ടർ പാർട്ടുമായിട്ട് അവരുടെ പൊസിഷൻ സ്വാപ്പ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ പൊസിഷൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓൾ വുമൻ സ്പേസ് വാക്ക് ആയി മാറുന്നില്ല. പിന്നെ അതിൽ പുരുഷനെയും ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ നാസയ്ക്ക് വന്നിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മൈക്കൽ ഫെൽപ്സ് ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോ മൈക്കൽ ഫെൽപ്സിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. മൈക്കൽ ഫെൽപ്സ്
എന്ന് പറയുന്നത് ഒരു ലെജൻഡാണ്. നമ്മളുടെ ഒരു വൺസ് ഇൻ ലൈഫ് ടൈമിൽ പോലും കാണാൻ കഴിയാത്ത ഒരു സ്പോർട്സ് താരം. 23 ഗോൾഡ് മെഡലുകൾ ഒറ്റയ്ക്ക് ഒളിമ്പിക്സിൽ നിന്ന് നേടിയ ഇതിഹാസ താരം, സ്വിമ്മിംഗിൽ ലെജൻഡ്. അത് 23 ഗോൾഡ് മെഡൽ ഒറ്റയ്ക്കാണ് ഒളിമ്പിക്സിൽ നിന്ന് നേടിയത്. ഇന്ത്യ എന്ന് പറഞ്ഞ കൺട്രിക്ക് മൊത്തത്തിൽ 9 ഗോൾഡ് മെഡൽ ഒളിമ്പിക്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മനസ്സിലാവുമ്പോഴാണ് ആ സ്പോർട്സ് താരത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹാർഡ് വർക്കിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. ദർ ഈസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ് എന്നാണ്. വിജയത്തിലേക്ക് ഒരു ഷോർട്ട് കട്ടും ഇല്ല എന്ന്. അത് എല്ലാവരും മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. ഇത്രയും വലിയ വിജയികൾക്ക് പോലും അവരെല്ലാവരും പറഞ്ഞേക്കുന്നത് ഞങ്ങൾ ഒരു ഷോർട്ട് കട്ട് വഴിയല്ല സക്സസിലേക്ക് റീച്ച് ചെയ്തതെന്നാണ്. പിന്നെ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റിനെ കുറിച്ച് എന്നും ന്യൂസ് ഉള്ളതുപോലെ ഇന്നുമുണ്ട്. പിന്നീട് ITC, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കമ്പനികളിൽ ഒരെണ്ണമായ ITC അവരുടെ ഒരു ബ്രാൻഡായ ജോൺ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ റിലയൻസ് റീറ്റെയിലിൽ സെല് ചെയ്തെന്നൊരു ന്യൂസ് ഉണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ജോൺ പ്ലേയേഴ്സ് എന്ന ആക്ച്വലി ഒരു അപ്പാരൽ ബ്രാൻഡാണ്. റെഡിമെയ്ഡ് ഷർട്ടുകളും ഒക്കെ അവൈലബിൾ ആണ് ജോൺ പ്ലേയേഴ്സ് എന്ന ബ്രാൻഡിൽ. അത് ITCയുടെ ആണ്. വിൽസ് ലൈഫ് സ്റ്റൈലും ITCയുടേതാണ്. ജോൺ പ്ലേയേഴ്സും ITCയുടേതാണ്. ഇതിന് അവര് റിലയൻസ് റീറ്റെയിൽ, മുകേഷ് അംബാനിയുടെ കമ്പനിയെ റിലയൻസ് റീറ്റെയിൽ സെല് ചെയ്യും. പിന്നെ സ്വിഫ്റ്റിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സ്വിഫ്റ്റ്, SWIFT, സ്വിഫ്റ്റിന്റെ എക്സ്പാൻഷൻ എല്ലാവർക്കും അറിയാം. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ആ സ്വിഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഇസ് എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ടു മെസ്സേജ് ഫോർ മെസ്സേജിംഗ് ബിറ്റ്വീൻ ഇന്റർനാഷണൽ ബാങ്ക്സ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്ലോബൽ പ്ലാറ്റ്ഫോം ഫോർ communication between the banks. It is a messaging platform. അതാണ് സ്വിഫ്റ്റ്, സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡോളർ റുപ്പി സ്വാപ്പ് എന്ന് പറയുന്ന സംഭവം വളരെ അഗ്രസീവായിട്ട് അവര് പിന്നീട് പ്രൊമോട്ട് ചെയ്തൊരു സംഗതിയാണ്. അത് വളരെ നല്ല രീതിയിൽ ബാങ്കുകളുടെ ഇടയിൽ പിന്നീട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. 34,500 കോടി രൂപയാണ് RBIയുടെ ആദ്യത്തെ ഡോളർ റുപ്പി സ്വാപ്പ് മെക്കാനിസം വഴി അവര് നമ്മളുടെ സിസ്റ്റത്തിലേക്ക് ഇൻജെക്ട് ചെയ്തത്. അപ്പം 34,500 കോടി രൂപ, 34,500 crores നമ്മളുടെ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് ഫ്രഷ് ലിക്വിഡിറ്റി വന്നിരിക്കുകയാണ്. സാധാരണ RBI ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴിയാണ് ഇങ്ങനെ ഫ്രഷ് ലിക്വിഡിറ്റി ഇൻജെക്ട് ചെയ്യുന്നത്, സക്ക് ചെയ്യുന്നതും ഒക്കെ. ബട്ട് ഫോർ ദ ഫസ്റ്റ് ടൈം they adopted another strategy, that is dollar rupee swap. Through that, they injected 34,500 crores of rupees into the economic system. അപ്പോൾ അതാണ് ഒരു വലിയ ന്യൂസ്. അത് പഠിച്ചു വെച്ചേക്കണം. പിന്നീട് L&T മൈൻട്രി അക്വേറിയം നടത്തുന്ന ശ്രമങ്ങളെ കുറിച്ച് വലിയൊരു ന്യൂസ് ഉണ്ട്. അത് നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ അതിനെ കുറിച്ച് ഞാൻ ഇനി ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ സെൻസെക്സ് ഉയർന്നു, അതിനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. സെൻസെക്സ് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്. സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 30 ഷെയർസ് വെച്ചാണ്, 30 ഷെയർസ് വെച്ചാണ് സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്തത്. സെൻസെക്സ് ഉയർന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. FPI എന്ന് പറഞ്ഞാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആണ്. FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫോറിനേഴ്സിന്റെ കൂട്ടത്തിൽ, ഫോറിനേഴ്സ് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അവരുടെ ഒരു വേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് FPI, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഫിനാൻസ് കമ്മീഷന്റെ ടേം 5-year ടേം ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഒക്കെ ഉണ്ട്. 5-year ടേമിൽ ചേഞ്ച് വരുത്താൻ ഗവൺമെന്റ് താല്പര്യപ്പെടുന്നതൊക്കെ പഴയ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായ YB റെഡ്ഡി അതിനെ എതിർത്തേക്കൊക്കെ ചെയ്യുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആണ്. അപ്പൊ എന്തായാലും വേറെ ഒന്നും എഴുതണ്ട. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ ടേം 5-year ആണ്. ഫിനാൻസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണെന്ന് അറിഞ്ഞിരിക്കണം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെയും ഫിനാൻസ് കമ്മീഷനെയും ഒക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇറ്റ്സ് ഫോർ എ പീരീഡ് ഓഫ് 5 years ആൻഡ് ദ കറന്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ഈസ് NK Singh. NK Singh ആണ് ഇന്ത്യയുടെ കറന്റ് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ. അത് കഴിഞ്ഞ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അഗെയിൻസ്റ്റ് ആയിട്ട് കുറെ അലിഗേഷൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഡൊണാൾഡ് ട്രംപ് വിൻ ചെയ്തത് റഷ്യയുടെ സഹായത്തോടു കൂടിയാണെന്ന്. റഷ്യ ട്രംപിന് വേണ്ടിയിട്ട് ചില ഇടപെടലുകൾ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നടത്തിയിരുന്നു എന്നൊക്കെ ഒരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റിയാണ് റോബർട്ട് മുള്ളർ കമ്മിറ്റി. MUELLER റോബർട്ട് മുള്ളർ കമ്മിറ്റി. ഇമാനുവൽ മാക്രോൺ ഫ്രാൻസിന്റെ പ്രസിഡന്റ്. ജർമ്മനിയുടെ ചാൻസലർ ഏഞ്ചല മെർക്കൽ. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ. ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ്.
യൂറോപ്യൻ കമ്മീഷന്റെ ചീഫ് ജീൻ ക്ലോഡി ജങ്കർ. യൂറോപ്യൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെ 2 കോൺസ്റ്റിറ്റ്യൂൻസ് ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ മെയിൻ ആയിട്ട് 2 ചേർന്നാണ്, യൂറോപ്യൻ കമ്മീഷനും യൂറോപ്യൻ കൌൺസിലും. യൂറോപ്യൻ കമ്മീഷനും യൂറോപ്യൻ കൌൺസിലും കൂടെ കമ്പൈൻഡ് ആവുന്നതാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. ഇതിൽ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ് ജീൻ ക്ലോഡി ജങ്കർ, JEAN, ജീൻ ക്ലോഡി, CLAUDE, ക്ലോഡി ജങ്കർ, JUNCKER, ജീൻ ക്ലോഡി ജങ്കർ. യൂറോപ്യൻ കൌൺസിലിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ടസ്ക് ആണ്. യൂറോപ്യൻ കൌൺസിലിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ടസ്ക്. അപ്പൊ ഇവരെല്ലാവരുടെ പേര് ഞാൻ പറയാൻ കാര്യം, ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ചൊരു മീറ്റിംഗ് നടന്നു. അതിനെക്കുറിച്ചാണ് ജീൻ ക്ലോഡി ജങ്കറും സി ജിൻപിങ്ങും ഏഞ്ചല മെർക്കലും ഇമാനുവൽ മാക്രോണും എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് ഇപ്പൊ നടന്നു. അതിനെക്കുറിച്ച് ഹിന്ദുവിലുണ്ടായിരുന്നു. അതുപോലെ വെനിസ്വേല ഒരുപാട് പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് വെനിസ്വേല. എല്ലാവർക്കും അറിയാം, വെനിസ്വേല എന്ന് പറയുന്നത് ഭരിക്കുന്നത് നിക്കോളാസ് മഡൂരോ ആണ് പ്രസിഡന്റ്. നിക്കോളാസ് മഡൂരോ, MADURO. അവിടെ പക്ഷെ അമേരിക്കയ്ക്ക് നിക്കോളാസ് മഡൂരോ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരൊരു ഓപ്പോസിഷൻ ഇടുന്ന പ്രോപ്പപ്പ് ചെയ്തുകൊണ്ടിരാൻ നോക്കിയാണ്. പക്ഷെ റഷ്യയുടെ വാർപ്ലെയിൻസ് ഇപ്പം വെനിസ്വേലയിൽ ലാൻഡ് ചെയ്തെന്നാ പറയുന്നത്. അമേരിക്ക എന്തെങ്കിലും അഡ്വഞ്ചറിസം വെനിസ്വേലയിൽ കാണിച്ചാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വെനിസ്വേലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മഡൂരോയ്ക്ക് സപ്പോർട്ടുമായിട്ട് റഷ്യൻ ഫൈറ്റർ പ്ലെയിനുകൾ വെനിസ്വേലയിൽ ലാൻഡ് ചെയ്തു. അമേരിക്ക അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് ഇന്റർനാഷണൽ പേജിലെ മറ്റൊരു ന്യൂസ്. പിന്നെ ഇലക്ട്രൽ ബോണ്ട്സ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രൈം മിനിസ്റ്ററിന്റെ മോഡിയെ കുറിച്ചുള്ള സിനിമ. ബയോപിക് എന്ന് പറഞ്ഞ സിനിമ, ഒരാളുടെ ലൈഫിനെ കുറിച്ചുള്ള സിനിമയാണ് ബയോപിക് എന്ന് പറയുന്നത്. BIOPIC ബയോപിക് ആണ്. മോഡിയുടെ കുറിച്ചുള്ള ബയോപിക് ആണ് PM നരേന്ദ്രമോദി. നമ്മുടെ ബയോപിക്കുകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മേരി കോമിനെ കുറിച്ചുള്ള ബയോപിക് കണ്ടു. അതുപോലെ മിൽഖ സിംഗിനെ കുറിച്ചുള്ള മിൽഖ ഭാഗ് എന്ന് പറഞ്ഞൊരു ബയോപിക് കണ്ടു. അതുപോലെ ബയോപിക് ആണ് PM നരേന്ദ്രമോദി. SECC, സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്. സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ് ആണ് SECC, സോഷ്യോ എക്കണോമിക് ആൻഡ് കാസ്റ്റ് സെൻസസ്. UBI, യൂണിവേഴ്സൽ ബേസിക് ഇൻകം. UBI യൂണിവേഴ്സൽ ബേസിക് ഇൻകം ആണ്. UBI യൂണിവേഴ്സൽ ബേസിക് ഇൻകം. സെമി ഓട്ടോമാറ്റിക് വെപ്പൺസ് ബാർ ചെയ്ത കൺട്രി ന്യൂസിലാൻഡ്. സെമി ഓട്ടോമാറ്റിക് വെപ്പൺസ് ബാർ ചെയ്ത കൺട്രി ന്യൂസിലാൻഡ്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ ഇന്നലെ ഹിന്ദു എഡിറ്റോറിലൊക്കെ ഉണ്ട്. ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ജസീന്ത ആർഡേൺ. അതും എല്ലാവർക്കും അറിയാം. ഇത്രയാണ് ഇന്നത്തെ ഈ ഹിന്ദുവിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മുടെ ഹിന്ദു ന്യൂസ് പേപ്പേഴ്സിന്റെ പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എക്കണോമിക് ടൈംസ് 1-2 ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. നാളത്തെ പത്രത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.